ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജിന്റെ കുടുംബത്തിന് വധഭീഷണി. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവാണ് ഭീഷണി മുഴക്കിയത്. രാഹുലിനെതിരെ സംസാരിച്ചാൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി. റിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഒരു ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് റിനിയും പിതാവും വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവനേതാവിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ സ്വയം വന്ന് ഭീഷണിപ്പെടുന്നതാണോ അതോ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊരു വ്യക്തമായൊരു കാര്യമല്ലല്ലോ. നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ആരാണോ എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക, ആരും ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളൊരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ തട്ടിക്കളയും, തീർത്തു കളയും എന്നുള്ള ഭീഷണിയൊക്കെ. അല്ല, കൊല്ലാൻ 4 സെക്കൻഡ് മതി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള 4 സെക്കൻഡ് പോലും വേണ്ട. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളുടെയും അതിലൂടെ വന്ന ഒരാളാണ്. ഇത്തരക്കാർക്കൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ തലയെടുക്കണമെങ്കിൽ തലയെടുത്തോ, ഒരു പ്രശ്നവും അതിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാമെതിരെ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് നമ്മൾ കണ്ടതാണ്. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാകട്ടെ, ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാകട്ടെ, ഏത് തരത്തിലുള്ള സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നേരിട്ട് തന്നെ ഒരു ഭീഷണി ഉണ്ടാകുന്നത്. റിനി ആൻ ജോർജിനെതിരെ ഡാനി പോൾ ചേർന്നു. ഡാനി, ഇതിനകത്ത് ഒരത്ഭുതവുമില്ല. ഏത് തരത്തിലാണ് സൈബർ ലോകത്തുണ്ടായ ആക്രമണം എന്നുള്ളത് കണ്ടതാണ്. ഓരോ പരാതിക്കാരികൾക്കും എതിരെ എങ്ങനെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അയാളെ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിയേണ്ടതാണല്ലോ. ഇത് നീണ്ട് പോകാതെ തന്നെ ഇതിന്റെ സോഴ്സ് എന്താണ്, അതിന് രാഷ്ട്രീയ പിൻബലമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അപർണ, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ റിനിയുടെ വീടിൻ്റെ ഭാഗത്താണുള്ളത്. ഇത് ഈ ഗേറ്റിൽ വന്ന് നിന്ന് അസഭ്യം പറഞ്ഞ് ഒപ്പം തന്നെ ഭീഷണി മുഴക്കി കടന്നുപോയി എന്നതെല്ലാമാണ് പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നു. തൊട്ടടുത്ത സമീപത്തുള്ള ഈ കടകളിലടക്കം ഒരു പരിശോധന നടത്തി പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ വന്ന് ഈ റോഡിൽ നമുക്ക് ഈ പറവൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ റോഡിൽ ഇവിടെ വന്ന് ഒരാൾ ആദ്യം ഗേറ്റിൽ വന്ന് ഒരു പരിശോധന ഒരാൾ നടത്തുകയും അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. കുറച്ച് സമയത്തിന് ശേഷം ഒരാൾക്ക് ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റിനിയുടെ പിതാവ് ജോർജ് ഇവിടേക്ക് ഓടിയെത്തുകയും അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയുന്നത് അവർക്ക് കേൾക്കാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞാൽ ഇല്ലാതാക്കി കളയുന്നത് അടക്കമുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉടനെ അയാൾ ഇവിടെ നിന്ന് ഹെൽമെറ്റ് ധരിച്ചിരുന്നു. ഉടനെ അയാൾ ഇവിടെ നിന്ന് മാറുകയും എല്ലാം തന്നെ ചെയ്തു എന്നാണ്. അപ്പോൾ ഈ രണ്ടുപേരും രണ്ട് തവണയായി എത്തിയത് 2 വ്യക്തികൾ തന്നെയാണ് എന്നതാണ് ഇവർ പറയുന്നത്. ആദ്യം ഒരാൾ സ്കൂട്ടറിലും പിന്നീട് ബൈക്കിലുമായി എത്തി എന്നാണ് പറയുന്നത്. ഏതായാലും റിനിയുടെ പിതാവ്
ഇവിടെ പറവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികളിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ റിനി പറയുന്നത് നേരത്തെ അതിരൂക്ഷമായ രീതിയിലുള്ള ഈ സൈബർ അറ്റാക്കിംഗ് ആയിരുന്നു നേരിട്ട് കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് നേരിട്ട് എന്ന രീതിയിലേക്ക് ഭീഷണി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ്. നേരത്തെ റിനിയുടെ പിതാവിൻ്റെ പ്രതികരണം പറഞ്ഞതുപോലെ തങ്ങൾ ഈ ഒരു യുവ നേതാവ് എന്നതല്ലാതെ മറ്റൊരു പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാതെ വ്യക്തമാക്കിയൊരു പരാതിയാണ്. മറ്റ് പെൺകുട്ടികൾക്ക് പരാതിയുമായി കടന്നു വരുന്നതിന് വേണ്ടി താനൊരിടം കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എല്ലാം തന്നെ ഈ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നതിന് നന്ദി കുറിക്കുന്നത് റിനിയുടെ പരാതിയായിരുന്നു. അപ്പോൾ തനിക്ക് നേരെ അതിരൂക്ഷമായ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു സൈബർ അറ്റാക്കും ഇപ്പോൾ നേരിട്ടുമെല്ലാം ഭീഷണി വരുന്നു. പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ തയ്യാറല്ല എന്ന് റിനിയുടെ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരു കണിക പോലും പരാതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല, ഇവിടെ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെ ഈ ഭീഷണിപ്പെടുത്തി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് റിനിയും കുടുംബവുമെല്ലാം ആവർത്തിക്കുന്നത്. ഏതായാലും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാകാനുള്ള രീതിയിലേക്ക് പോലീസ് പരിശോധനകൾ ഈ ഭാഗത്ത് തുടരുന്നുണ്ട്. റോഡുകളിൽ മറ്റിടങ്ങളിലുമെല്ലാം തന്നെ ഈ സമയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലത്തെ ആ ഒരു സമയം കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനം കണ്ടെത്താൻ ഉള്ള പരിശോധനകളാണ്. വൈകാതെ അതിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ ഒരു സമയത്ത് ഇതിലൂടെ അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു നിരത്തല്ല, പൊതു നിരത്തിൽ നിന്ന് മാറിയുള്ള മറ്റൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ വളരെ എളുപ്പം തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭീഷണി കൊണ്ട് പരാതിയിൽ നിന്ന് പിൻവാങ്ങില്ല എന്നതാണ് റിനിയുടെയും കുടുംബത്തിൻ്റെയും. ഡാനി, നേരത്തെ തന്നെ ഇത് എപ്പോഴാണോ റിനി ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞത് അന്നു മുതൽ സൈബർ ഇടത്തിൽ ആ തരത്തിലുള്ള ആക്രമണമുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പോൾ നേരിട്ട് വധഭീഷണി വരുമ്പോൾ ഏത് തരത്തിലാണ് റിനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പിന്തുണ? രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതടക്കം ഏതെങ്കിലും തരത്തിലൊരു പിന്തുണയുണ്ടോ? അത് ഈ കുടുംബം ഒറ്റയ്ക്ക് നിന്ന് ഇതിനായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്നുകൂടിയാണോ റിനിയുടെയും അച്ഛൻ്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപർണ, ഇക്കാര്യത്തിൽ ഒരു പരസ്യ പിന്തുണ എന്ന രീതിയിലേക്ക് ആരും തന്നെയും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ റിനിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ഈ രീതിയിലുള്ളൊരു വധഭീഷണി അടക്കമുള്ള കാര്യങ്ങളെ അപലപിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നതേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണമടക്കം ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. പരാതി ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ അതിലുള്ളൊരു പ്രതികരണങ്ങളും കാര്യങ്ങളും വന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നത് വ്യക്തമല്ല. എങ്കിൽ കൂടിയും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ, കാരണം നേരത്തെയും സൈബർ ആക്രമണം റിനിക്കെതിരെ എല്ലാം തന്നെ തുടരുമ്പോൾ അതിൽ വലിയ പ്രതികരണങ്ങളടക്കം വിവിധ കോണുകളിൽ നിന്നെല്ലാം തന്നെ വരികയും എല്ലാം തന്നെ ചെയ്തിരുന്നതാണ്. ഇടതുപക്ഷം പൊതുവിലും തന്നെ ഇത്തരം ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണങ്ങൾ എന്നൊരു പൊതു മാനദണ്ഡത്തിലടക്കം റിനിയെ പിന്തുണയ്ക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനെ അപലപിക്കുകയും ശക്തമായ നടപടികളിലേക്ക് പോകണമെന്ന് എല്ലാം തന്നെ സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യം എല്ലാം പൊതുവിലുണ്ടായിരുന്നു. വൈകാതെ അത്തരം പ്രതികരണങ്ങളിലേക്കെല്ലാം തന്നെ രാഷ്ട്രീയ നേതൃത്വം കടന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ആരാണ് എന്താണ് എന്ന രീതിയിലുള്ളൊരു വ്യക്തതയ്ക്ക് വേണ്ടിയുള്ളൊരു പോലീസ് അന്വേഷണം വൈകാതെ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത രീതിയിലുള്ളൊരു വഴിയാണ്, ഒരു റോഡ് എന്നതെല്ലാം തന്നെ പറയാവുന്നതാണ്. അതുകൊണ്ട് വാഹനങ്ങളിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അവർ പരിശോധിച്ച് വരികയാണ്. വൈകാതെ അതിനൊരു ഉത്തരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപർണ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഏതെങ്കിലും ഭീഷണി കൊണ്ടൊന്നും താൻ പിന്നോട്ട് പോകില്ല എന്ന് കൂടിയാണ് റിനിയും റിനിയുടെ പിതാവും